അഫ്സലിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്. ഈ ജാസ്മിൻ ജാഫർ അതിൻ്റെ വാപ്പ അതിനുള്ളിൽ കയറിയിട്ട് സംസാരിച്ചിട്ട് അന്ന് അഫ്സലിനെ കുറിച്ച് പറഞ്ഞ് കുറച്ച് കാര്യങ്ങളൊക്കെ. നമസ്കാരം. അഫ്സലിൻ്റെ ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് ഉണ്ട്. അഫ്സൽ ഇപ്പം നടന്നിട്ടുള്ള അഫ്സലിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള അലിഗേഷൻ ചെറുതാക്കി അതിനെ പറഞ്ഞാൽ പോരാ, അത്യാവശ്യം വളരെ സ്ട്രോങ് ആയിട്ട് ഞാനടക്കം നമ്മൾ എല്ലാവരും അഫ്സൽ ഈ ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്. 50 ലക്ഷം രൂപ കണ്ടിട്ടാണ് അഫ്സൽ ഈ കളികളും കാര്യങ്ങളൊക്കെ കളിച്ചിട്ടുള്ളത്. ഈ ഒരു ഗെയിം പ്ലാനിൽ അഫ്സലും ഒരു ഫാമിലിയുടെ കൂടെ ഉണ്ട് എന്നൊക്കെ നമ്മളും പറഞ്ഞിരുന്നു. കാരണം വെച്ചാൽ അതുപോലെയാണ് ആ ഒരു അഫ്സലിൻ്റെ പേരും അവിടെ പുറത്ത് വന്നിട്ടുള്ളതും അഫ്സലുടെ എയർപോർട്ടിൽ പോയി കണ്ടു എന്നുള്ളത്. നമ്മുടെ വീഡിയോയിൽ ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് പറഞ്ഞിട്ടില്ല അഫ്സലാണ് അവരുടെ എയർപോർട്ട് കൊണ്ടുവിട്ടെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. അറിഞ്ഞ പ്രകാരം അഫ്സൽ അവിടെ എത്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. അതിന് റീസൺ അവളോടാണ് ദേഷ്യമുള്ളത്. പേരൻസിനോട് അഫ്സലിന് യാതൊരുവിധ ഇഷ്യൂസും ഇല്ല. അതാണ് അഫ്സലിൻ്റെ ഭാഗത്തുള്ള ഒരു ന്യായം എന്ന് പറഞ്ഞു. പക്ഷേ അവിടെ നമ്മളൊരു കാര്യം പറഞ്ഞു, ഒരു പക്ഷേ ചിലപ്പോൾ അഫ്സലിന് അങ്ങനെ തോന്നാം. കാരണം വെച്ചാൽ ആ ഒരു ഫാമിലിയുടെ മിസ്റ്റേക്ക് കൊണ്ടല്ലല്ലോ, ഇവളുടെ മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ. പക്ഷേ ഇവളുടെ മിസ്റ്റേക്ക് കൊണ്ടാണല്ലോ ഇതാക്കിയിട്ടുള്ളത്. അപ്പോൾ എന്തിനാണ് വെറുതെ പാരൻസിനോട് ദേഷ്യപ്പെടുന്നത് പറയാം. പക്ഷേ നമ്മുടെ ഒരു പോയിന്റ് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലെ സോഷ്യൽ മീഡിയയും നാട്ടുകാരും എല്ലാവരും ഉറ്റുനോക്കി വരുന്ന ഒരു ഇഷ്യൂവിൽ ഇങ്ങനൊരു പബ്ലിക് പ്ലേസിൽ അത്രയും ക്രൂഷ്യലായിട്ടുള്ളൊരു മൊമെൻറ്റിൽ അഫ്സലിന് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു എന്നൊരു കാര്യം നമ്മുടെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എൻ്റെ വീഡിയോസ് കണ്ടവർക്ക് അറിയാം. ഇതാണ് ഞാൻ ഉന്നയിച്ച പോയിന്റ്. അതായത് ആ സമയത്ത് പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല. കഴിയുന്നതും ഈ കോൺട്രവേഴ്സി അവോയ്ഡ് ചെയ്യാം. കാരണം വെച്ചാൽ ഈ ഒരു ഇഷ്യൂവിൽ ഏറ്റവും കൂടുതലായിട്ട് സൈബർ ബുള്ളിങ് ഏറ്റുവാങ്ങിയിട്ടുള്ളൊരു വ്യക്തിയാണ്. പ്രത്യേകിച്ച് ഈ ഒരു ഫാമിലിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ ജാസ്മിൻ്റെ സ്ഥിതിയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ഫാമിലിയുടെ ആ ഒരു സെറ്റപ്പും പരിപാടിയും കാര്യങ്ങളും അവർ ചിന്താഗതിയൊക്കെ നോക്കുന്ന സമയത്ത് ചെറിയ കാര്യങ്ങൾ പോലും അവരുടെ ഫെയിമിന് വേണ്ടിയിട്ടും അവരുടെ മുന്നോട്ടുള്ള വളരെ ചീപ്പ് പബ്ലിസിറ്റി, ചീപ്പ് ഫെയിം തന്നെ വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ഈ ഒരു ബിഗ് ബോസിൻ്റെ കപ്പ് ജയിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ടൈപ്പ് ഒരു ഫാമിലിയാണ്. അങ്ങനത്തെ ഒരു ടൈപ്പ് ഒരു ഫാമിലിയാണ് അവർ. പിന്നെ അപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് ന്യായീകരിക്കുന്നുണ്ട്. ഞാനും പറഞ്ഞു ശരിയാണ്, അവർ ചെയ്തതിൽ തെറ്റില്ല. കാരണം വെച്ചാൽ ആ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയും അവരുടെ മകളെ ഭാവിക്കനുസരിച്ചല്ലേ ചെയ്യുള്ളൂ എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്തൊന്നും ഒരാളുടെ ഒരു തേർഡ് പാർട്ടിയുടെ ലൈഫ് വെച്ച് അവർ കളിക്കാൻ പാടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇതാണ് നമ്മളന്ന് പറഞ്ഞിട്ടുള്ളൊരു പോയിന്റ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇതിനെക്കുറിച്ച് ഇത്രയധികം വിവാദമാവാൻ നിൽക്കേണ്ട ആവശ്യമില്ല. ഉടനെ തന്നെ ഇപ്പം ഈ അഫ്സൽ ഇട്ടിട്ടുള്ള പോസ്റ്റ് ഉടനെ തന്നെ അഫ്സലിന് ഇടാമായിരുന്നു. കാരണം വെച്ചാൽ സോഷ്യൽ മീഡിയ അക്കൗണ്ട് ഉണ്ട്, അഫ്സലിന് അത്യാവശ്യം റീച്ച് ഉണ്ട്. അഫ്സലിന് ഒരുപാട് റീച്ച് ഇൻ ദ സെൻസ് അഫ്സലാണ് ഇതിലെ മെയിൻ വ്യക്തി. അപ്പോൾ അഫ്സലിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രതികരണം വരുന്ന സമയത്ത് ഒരുവിധം എല്ലാവരും ഉറ്റുനോക്കി നിൽക്കും. അപ്പോൾ അഫ്സലിന് ഇതിന് മുന്നേ തന്നെ പ്രതികരിക്കാമായിരുന്നു. ബെറ്റർ ലേറ്റ് ദെൻ നെവർ എന്നുള്ള കണ്ടീഷനിൽ അഫ്സലിൻ്റെ ഞാൻ ഇന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കി ചങ്ങാതി എല്ലാം പ്രതികരിച്ചിട്ടുണ്ടോ എന്നുള്ളത്. ഇന്നിപ്പോൾ ഞാൻ നോക്കും ചെയ്തത്, അപ്പോഴേക്കും എൻ്റെ മെസ്സേജ് കണ്ടു. ഓക്കെ, അപ്പോൾ ഇതാണ് അഫ്സലിൻ്റെ. ഞാൻ കംപ്ലീറ്റ് ആയിട്ടുള്ള ഈ പോസ്റ്റ് റീഡ് ചെയ്യുന്നില്ല, പക്ഷേ കുറച്ച് ഉള്ളടക്കം കാര്യങ്ങൾ പറയാം, എന്നിട്ട് ഇതിനെക്കുറിച്ചുള്ള നമ്മുടെ അഭിപ്രായം കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് ഇവൻ്റെ ഫാമിലിനെ ബേസിക്കലി എഫക്റ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഇതുവരെ ഒരു പോസ്റ്റ് ഇടാതിരുന്നത്. പക്ഷേ അഫ്സലിന് ഈ സോഷ്യൽ മീഡിയ അറിയാത്ത ആളല്ലല്ലോ അഫ്സൽ. എന്തിനാണ് ഈ ഇത്ര ദിവസം വെയിറ്റ് ചെയ്ത് നിന്നിട്ടുള്ളത്? ഇതുപോലുള്ളൊരു സ്പെക്കുലേഷൻസും ഇതുപോലുള്ള റൂമറും കാര്യങ്ങളൊക്കെ ഒഴിവാക്കാൻ എത്രയും പെട്ടെന്ന് അതിനെക്കുറിച്ച് പ്രതികരിക്കുകയായിരുന്നു നല്ലത്. പക്ഷേ അയാളുടെ കണ്ടീഷൻ അയാൾക്കേ അറിയുള്ളൂ കേട്ടോ. ഓക്കെ, ഞാൻ ആ ഒരു കണ്ടസ്റ്റൻറ്റിനെ കുറിച്ച് അവർ ഇതിലെന്താ ആയിക്കോട്ടെ, നിങ്ങൾ അവർ വോട്ട് ചെയ്യണമെങ്കിൽ വോട്ട് ചെയ്തോ എന്നൊക്കെ പറഞ്ഞിട്ട് പേരെടുക്കാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓക്കെ, പിന്നെ നൗ ആൻസർ ടു ദോസ് ഹു ആർ റേസിങ് ബേസ്ലെസ് അലിഗേഷൻസ്. ഇതെല്ലാം പ്രീ പ്ലാൻഡ് ആണെന്ന് പറയുന്നവർക്കുള്ള മറുപടി, ഞാൻ ആരെയും ഡ്രോപ്പ് ചെയ്തിട്ടില്ല. ഓക്കെ, ഞാനൊരു മാസ്റ്റർ പ്ലാനിൻ്റെയും ഭാഗമല്ല. എൻ്റെ അമ്മയാണ് സത്യം. ഓക്കെ, എനിക്കിതൊന്നും ഒരു രൂപ പോലും വേണ്ട. ഓക്കെ, അവൾ ജയിച്ചാലും ഇനി അതാണ് ഞാൻ പറയുന്നത്, ഈ ജാസ്മിൻ അതിനുള്ളിൽ ജയിച്ചു കഴിഞ്ഞാലും ഇനി എൻ്റെ ലുക്കൗട്ട്, ഇറ്റ്സ് നോട്ട് മൈ ലുക്കൗട്ട് എനിമോർ. അവൻ്റെ ഒരു ഇതായിട്ട് കാണുന്നില്ല. എനിക്ക് എൻ്റെതായ ജോലിയുണ്ട്, സേവിങ്സ് ഉണ്ട്, എനിക്കത് മതി. ഓക്കെ, ബേസിക്കലി ഞാൻ പറഞ്ഞത് വെച്ചാൽ അവൻ ഇതിലൊന്നും ഭാഗമല്ല. ഓക്കെ, ദർ ഈസ് ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് ആൻഡ് മണി ഈസ് നോട്ട് എവറിത്തിങ്. അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് പറ്റിയൊരു പാർട്ട്ണറല്ല ജാസ്മിൻ എന്ന് എൻ്റെ ഇതിൽ പറയുന്നുള്ളൂ. ബിക്കോസ് ഇതിൽ വരാൻ വേണ്ടിയിട്ട് കാണിച്ചു കൂട്ടിയിട്ടുള്ള കോൺട്രവേഴ്സിയും അത് കഴിഞ്ഞ് അതിൻ്റെ ഉള്ളിൽ ക്യാമറ സ്പേസിന് വേണ്ടി കാണിച്ചിട്ടുള്ള വളരെ ചീപ്പ് ആക്റ്റും ഇതെല്ലാം ചീപ്പ് ആക്ട് ഇൻ ദ സെൻസ് ലൈക്കിനോ ഗബ്രീനായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അത് പുറത്തൊരാൾ ഓൾറെഡി ഉണ്ടായിട്ട്. ഓക്കെ, ഇതൊക്കെ പറയുന്നു. You guys think I'll forget everything for money? I almost lost my health due to us. ഞാൻ പൈസയ്ക്ക് വേണ്ടി ഒരിക്കലും അത് ചെയ്യില്ല. കാരണം ഞാൻ എൻ്റെ ആരോഗ്യം പോലും അത് കളഞ്ഞു എന്നാണ് പറയുന്നത്. ഓക്കെ, ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് മൈ വേർഡ്സ് ഹാവൻ ചേഞ്ച്ഡ്. അവന് ഈ ഒരു ഹോൾ ഇഷ്യൂവിലുള്ള അവൻ്റെ ഔട്ട്ലുക്കും അവൻ്റെ ആ വാക്കൊരിക്കലും മാറിയിട്ടില്ല. അവൻ അദ്ദേഹത്തിൻ്റെ സിറ്റുവേഷനിൽ തുടർന്ന് പോകുന്നു. ജാസ്മിനെ വേണ്ട എന്നുള്ള കണ്ടീഷനിലാണ് അവൻ്റെ ഭാഗത്തുനിന്നുള്ളത്. പക്ഷേ ഫാമിലീനെ എന്താ വെച്ചാൽ അവരോട് ദേഷ്യം ഇല്ലാത്തത് കൊണ്ട് ഇപ്പോൾ ഫാമിലിനെ ദേഷ്യപ്പെടാനുള്ളൊരു വകുപ്പായി തോന്നുന്നുണ്ട് അല്ലേ? കാരണം വെച്ചാൽ അവർ അത്രയും മോശമായിട്ടാണ് അതിനുള്ളിൽ പറയുന്നത്. നമുക്ക് അതിലേക്ക് വരാം. ഓക്കെ, കണ്ടസ്റ്റൻ്റ് ഗെയിമിനെ ഇത് ബാധിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ അഫ്സൽ പറയുന്നുണ്ട് ആ ഒരു പാവക്കുട്ടി അവിടേക്ക് അയച്ചത്
അഫ്സൽ ആദ്യം കൊടുത്തിട്ടുള്ളതാണ്, ഇപ്പോൾ കൊടുത്തതല്ല എന്ന്. നമ്മൾ ആ പാവക്കുട്ടിയുടെ കേസ് അവൻ പറഞ്ഞിരുന്നു, ശരിയാണ്. പക്ഷേ അഫ്സൽ അതിനെക്കുറിച്ച് ക്ലാരിഫിക്കേഷൻ പ്ലസ് കുറച്ച് സ്ക്രീൻഷോട്ട്സ്, അതായത് എന്നാണ് 7th ഫെബ്രുവരിക്കാണ് ഈ ഒരു പാവക്കുട്ടി പാൻഡ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതും അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ഇപ്പോൾ പിന്നെ എല്ലാ സ്ക്രീൻഷോട്ട്സും കാര്യങ്ങളൊക്കെ പിന്നെ അഫ്സൽ അതിൽ വെക്കുന്നുണ്ട്, അതായത് അവരായിട്ടുള്ള ചാറ്റ് ചെയ്തിട്ടുള്ള സംഭവം കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനിയാണ് നമ്മൾ ഇതിൽ പറയാൻ ഉദ്ദേശിച്ചുള്ളത്. She even took my dress in her luggage, and also I had sent my shirts around 3rd week, but purposely Big Boss team never gave her my dress or my accessories. അതായത് അഫ്സൽ ഇയാളുടെ ഡ്രസ്സും ജ്വല്ലറിയും ഒക്കെ ജാസ്മിന് കൊടുത്തയച്ചിരുന്നു. പക്ഷേ പേർപ്പസ്ഫുള്ളി ബിഗ് ബോസിൻ്റെ ടീം ജാസ്മിൻ അത് കൊടുത്തില്ല എന്ന് പറഞ്ഞു. ഈ ഡ്രസ്സിൻ്റെ കേസിൽ ഏറ്റവും കൂടുതൽ ഒരു ചർച്ച ഉണ്ടായ വിഷയമാണ്. കാരണം എന്താ വെച്ചാൽ ജാസ്മിൻ അവിടെ ഗബ്രിയുടെ ടീഷർട്ട് ഇട്ടാണ് നടന്നിരുന്നത്. അതൊക്കെ ശരിക്കും കാണുന്ന സമയത്താണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രാന്ത് പിടിച്ചിരുന്നത്. ഓക്കെ, അപ്പോൾ ഇവൻ്റെ ഒരു സ്ഥിതി ആലോചിച്ച് നോക്കുക, അയാൾ കൊടുത്തയച്ചതൊന്നും അവിടെ കൊടുത്തില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആരുടെയെങ്കിലും ഒരു ചെക്കൻ്റെ ഡ്രസ്സ് വേണം, ഷർട്ട് വേണം എന്നുള്ള ഒറ്റ കാര്യം കൊണ്ടായിരിക്കാം ജാസ്മിൻ അങ്ങനെ ഇട്ടിട്ടുള്ളത്. ഓക്കെ, നമ്മളതിനെക്കുറിച്ചൊക്കെ സംസാരിച്ചാണ് ജാസ്മിൻ്റെ ക്യാരക്ടറിനെ കുറിച്ചൊക്കെ കേട്ടോ. അതായത് ഏതെങ്കിലും ഒരു ആണ് വേണം എന്നുള്ളൊരു കണ്ടീഷനിലാണ് ജാസ്മിൻ അതിൻ്റെ ഉള്ളിൽ കളിച്ചിരുന്നത് എന്നുള്ള കാര്യം. ഓക്കെ, ദി ഓൺലി gifts she has in that house is my silver ring, bracelet and now this panda. ഇവൻ കൊടുത്തയച്ചത് ഇത് മാത്രമേ ഉള്ളൂ. എന്താല്ലേ ഇവൻ്റെ റിംഗ് എന്ന് പറയുമ്പോൾ ഒരു പക്ഷേ ചിലപ്പോൾ എൻഗേജ്മെൻറ്റ് റിംഗ് ആയിരിക്കും, അവൻ്റെ ബ്രേസ്ലെറ്റ്. എന്നിട്ട് അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഗബ്രിയുടെ മാല കയ്യിൽ ചുറ്റിയിട്ടും ഗബ്രിയുടെ ഫോട്ടോ ഉമ്മച്ചിട്ടും നടന്നിരുന്നത്. ഓഹ് ഓഹ് കഷ്ടം. Another gift which they gave from my side was her family photo frame which you all see on her bed. This was also sent on first week, but it was only given only on Vishu episode and reason is unknown. Hope all doubts are clarified. അതായത് ആ ഒരു ഫോട്ടോ ഫ്രെയിമും ഇതിന് മുന്നേ കൊടുത്തിട്ടുള്ളതാണ്, പക്ഷേ വിഷു എപ്പിസോഡിലാണ് ബിഗ് ബോസ് കൊടുത്തിട്ടുള്ളത്. ബിഗ് ബോസ് ഒരു ഉടായ്പ് ഷോ എന്ന് പറയുന്നില്ല, അതൊരു ബിസിനസ്സാണ്. ഏഷ്യാനെറ്റ്, എൻ്റെ മോൾ ഷൈൻ ഇവരെല്ലാവരും കോർപ്പറേറ്റ്സ് ആണ്, ഇതൊരു ബിസിനസ്സാണ്. അപ്പോൾ ആൾക്കാരുടെ പേഴ്സണൽ ലൈഫ്, അവരുടെ പേഴ്സണൽ ലൈഫിലുള്ള പ്രശ്നങ്ങളും അവരുടെ ഇമോഷൻസൊക്കെ വിറ്റ് കാശാക്കിയിട്ടാണ് ബിഗ് ബോസ് പോലത്തെ ഷോ മുന്നോട്ട് പോകുന്നത്. ഇപ്പോൾ ബ്രഹ്മയുഗം സിനിമയിൽ പറഞ്ഞാൽ അതിനൊരു മനസ്സില്ല, ചാത്തനാണ് അതിനൊരു മനസ്സില്ല എന്ന് പറഞ്ഞില്ലേ, അതുപോലെയാണ് ഇതിനൊരു മനസ്സില്ല. ഇതൊരു കോർപ്പറേറ്റ് കമ്പനിയാണ്. അപ്പോൾ അവരേതായിട്ട് സ്ക്രിപ്റ്റിലാണ് പോകുന്നത്. അതിനിപ്പോൾ ആരുടെയെങ്കിലും ലൈഫ് സ്പോയിൽ ചെയ്ത് കഴിഞ്ഞാലും ഒന്നും അവർക്ക് വിഷയമല്ല. അത് ശ്രദ്ധിക്കേണ്ടത് ജാസ്മിൻ ജാഫറാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു ഇഷ്യൂ എടുത്ത് വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാസ്മിൻ സീക്രട്ട് ഏജൻറ്റിനെ പ്രൊവോക്ക് ചെയ്യാൻ ഒരുപാട് നോക്കുന്നുണ്ട്. പക്ഷേ സായോയിൽ പ്രൊവോക്ഡായി പോകുന്നില്ല, സായോൻ്റെ കാര്യങ്ങളൊന്നും വിട്ട് പറയുന്നില്ല. ഈവൻ ഇഫ് നീ എന്നെ പറഞ്ഞോ എന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് എൻ്റെ ലൈഫാണ് വലുത്, ലൈഫ് ആഫ്റ്റർ ബിഗ് ബോസ് ആണ് വലുത് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലുള്ള ആൾക്കാർക്ക് കുഴപ്പം വരില്ല. പക്ഷേ അവർക്കെന്ന് വെച്ചാൽ ജാസ്മിൻ ജാഫറിനെ സംബന്ധിച്ചെന്ന് വെച്ചാൽ ഇനി നമ്മുടെ ലൈഫ് കോഞ്ഞാട്ടായാലും സംഭവമില്ല, ഒരു കാര്യം പ്രശ്നമില്ല, നമുക്ക് കാശ് വേണം. കാശിനോടും ഫെയിമിനോടുള്ള അമിതമായ ആർത്തി ഉണ്ടല്ലോ, ആർത്തിയാണ് ജാസ്മിൻ ജാഫർ, ഫെയിമിനോടുള്ള ആർത്തി. ഓക്കെ, പക്ഷേ ആ സമയത്ത് നമുക്കൊരു കാര്യം, നമ്മുടെ മെയിൻ പോയിന്റ് ഇതിൽ പറയാനുള്ളത് എന്താ വെച്ചാൽ ഈ അഫ്സൽ ഇപ്പോൾ എയർപോർട്ടിൽ പോയിട്ടുള്ള ഫാമിലിനായിട്ട് പ്രശ്നമില്ല എന്നുള്ള കാര്യം കൊണ്ടല്ലേ. പക്ഷേ അഫ്സലിന് ശരിക്കും ഈ ഫാമിലി എന്താ ചെയ്തത്, ജാഫർ എന്താ ചെയ്തത്, അല്ലെങ്കിൽ ജാസ്മിനെ പോട്ടെ, ജാഫർ ആൻഡ് ഫാമിലി, ജാഫർ അതിനുള്ളിൽ കയറിയ സമയത്ത് പുള്ളി എന്താ ചെയ്തിട്ടുള്ളത്? പുള്ളി ഇവൻ്റെ പേര് കംപ്ലീറ്റ് പുറത്തേക്ക് എടുത്തിട്ടില്ല ചെയ്തത്. ഇയാളുടെ കാര്യങ്ങൾ ഏഷ്യാനെറ്റ് ടെലികാസ്റ്റ് ചെയ്യും, കാരണം അവർ പിന്നെ ജാസ്മിൻ ജാഫറിൻ്റെ അമ്മയും മരുവനൊന്നും അല്ലല്ലോ. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർ ഇതിന് TRPക്ക് വേണ്ടിയിട്ട് അവർക്ക് വ്യൂവർഷിപ്പിന് വേണ്ടി അവർ ചെയ്യും. പക്ഷേ ഇതിൽ ഏറ്റവും വളരെ മോശമായിട്ട് എന്താ പറയുക സംസാരിച്ചിട്ട് മോശമായിട്ട് ഈ ഒരു കാര്യങ്ങൾ അഫ്സലിനെ എഫക്റ്റ് ചെയ്യത്തക്ക രീതിയിൽ ചെയ്തിട്ടുള്ളത് ജാസ്മിൻ ജാഫറിൻ്റെ ഫാദറാണ്. കാരണം അയാളാണ് ഇവൻ്റെ പേര് അതിനുള്ളിൽ കൊണ്ടുപോയി പറഞ്ഞത്. ഒരിക്കലും പറയാൻ പാടില്ലെന്ന്. അയാൾ എന്തിനാണ് പറഞ്ഞത്? അയാളുടെ മകളുടെ ലൈഫ് സെറ്റാക്കണം, മകൾക്ക് വന്നിട്ടുള്ള ചീത്തപ്പേര് ഒഴിവാക്കണം, മകൾക്ക് അതിനുള്ളിൽ ഗെയിം കളിക്കാൻ പറ്റണം. ചീത്തപ്പേരല്ല, കാരണം ചീത്തപ്പേര് സ്വാഭാവികമായിട്ടും പുറത്ത് വിടുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ അത് തിരിയുന്ന അറിയാം. പക്ഷേ അയാൾക്ക് എന്താ വേണ്ടത്? അയാൾക്ക് അയാളുടെ മകളെ മാത്രം സെറ്റാക്കണം. ജാഫർ ഖാൻ എന്ന് പറഞ്ഞ ഇവിടെ ഖാൻ തന്നെയല്ലേ, വോട്ടെവർ, ഞാനതാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത്. ജാസ്മിൻ ജാഫറിൻ്റെ ഫാദറിന് ഇത്ര മാത്രമേ വേണ്ടൂ. ഇനിയിപ്പോൾ അഫ്സലിൻ്റെ ജീവിതം തൊലഞ്ഞാലും വേണ്ടില്ല, അഫ്സലിന് എന്ത് വന്നാലും വേണ്ടില്ല, മകള് അതിനുള്ളിൽ ബാക്കിയുള്ള ദിവസങ്ങളിൽ നിന്ന് കപ്പ് നേടി 50 ലക്ഷം കൊണ്ട് വീട്ടിലേക്ക് വരണം. നമ്മൾ ഈ കേസിൽ ഞാൻ എൻ്റെ ഭാഗത്ത് നിന്ന് അഫ്സലിനെ ഒരുപാട് കുറ്റപ്പെടുത്തി വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഇത് ഈ രീതിയിൽ കേൾക്കുന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ കേൾക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത്. അത് ഞാൻ എല്ലാ വീഡിയോസും ഞാൻ പറയുന്നുണ്ട്. നമ്മൾ പേഴ്സണലി ആരായിട്ടും നമ്മൾ കോൺടാക്ട്സ് ഇല്ല. അതുകൊണ്ട് പേഴ്സണലി ആരെങ്കിലും സംഗതികളൊക്കെ ചകഞ്ഞ് കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്നും ചെയ്യുന്നില്ല. ഇനി ചകന്ന് കൊണ്ടൊന്ന് ചെയ്യാൻ കഴിവുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ കൂടി, കണക്ഷനുള്ള ആൾക്കാരും അവരും കാര്യങ്ങളൊന്നും മുഴുവൻ വിട്ട് പറഞ്ഞിട്ടില്ല.
ഒരു കാര്യം അവരൊന്നും പറഞ്ഞിട്ടില്ല. അയാളായിരുന്നില്ല എന്ന് പറയല്ലാതെ ഈ ഒരു പോസ്റ്റ് ശരിക്കും അഫ്സൽ കുറച്ച് ദിവസം മുന്നേ ഇടുകയായിരുന്നെങ്കിൽ ഇത്ര അധികം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവില്ലായിരുന്നു. പിന്നെ ആർമിക്കാരും ഈ മുല്ലപ്പൂ ഫാൻസും ഒരു ടീമൊക്കെ അവർ കുറച്ചുകൊണ്ടിരിക്കും, കാരണം അവർക്ക് യാതൊരു പണിയും കാര്യങ്ങളും ഇല്ല. അവർ അങ്ങനെ ഒരു ബ്ലൈൻഡ് ഫാൻസാണ്. കാരണം വെച്ചാൽ അവരിപ്പോഴും ജാസ്മിനും ഗബ്രിയും കിടന്നുറങ്ങുന്നത് അവർ ചെയ്യുന്നത് രാത്രി സ്വപ്നം കൊണ്ട് നടക്കുന്ന ടീംസാണ്. ഓക്കെ, അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും അഫ്സലിൻ്റെ ഭാഗത്ത് നിന്ന് അഫ്സൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമായിരുന്നു എയർപോർട്ടിൽ പോയി കണ്ടിട്ടുള്ളത്. ദാറ്റ്സ് മൈ ഒപ്പീനിയൻ. ഒരിക്കലും പോരുത്. റീസൺ എന്താ വെച്ചാൽ പേഴ്സണലി ഞാൻ പറഞ്ഞു ഫോൺ ചെയ്ത് സംസാരിക്കണ പോലെയല്ല. പേഴ്സണലി നമ്മൾ പോയി കാണുന്ന സമയത്ത് എയർപോർട്ടിലൊക്കെ വെച്ച് കാണുമ്പോൾ ഇത്രയധികം സോഷ്യൽ മീഡിയയും ആൾക്കാരെല്ലാവരും ഉറ്റുനോക്കിയ കേസാവുന്നുണ്ട്. ഇത് അയാൾക്ക് തന്നെ പ്രശ്നമാവുന്നുള്ള ചിന്തിക്കാനുള്ള സാമാന്യ ബുദ്ധി, പ്ലസ് ഈ ഒരു ഫാമിലി ഇങ്ങനത്തെ ഒരു ഫാമിലിയാണ്, ഇവർക്ക് ഫെയിമാണ് വേണ്ടത് എന്നും ചിന്തിക്കാനുള്ളൊരു സാമാന്യ ബുദ്ധി അഫ്സൽ കാണിക്കാത്തൊറ്റ കാര്യം കൊണ്ടാണ് അഫ്സലിൽ നിന്ന് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുള്ളത്.